മക്കളെ അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കണ്ടെത്താൻ സർക്കാർ. ഇത്തരം എയ്ഡഡ് സർക്കാർ സ്കൂൾ അധ്യാപകരുടെ പട്ടിക തയ്യാറാക്കാനാണ് തീരുമാനം. വിവിധ കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലത്ത് ഉയർത്തിക്കാട്ടിയ പ്രധാന നേട്ടങ്ങളിലൊന്നായിരുന്നു പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ വർധനവ്. എന്നാൽ ഈ അടുത്തായി പുറത്തുവരുന്ന കണക്കുകളിൽ മുൻ വർഷങ്ങളിലേക്കാൾ സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ നീക്കം. മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ ചേർക്കാതെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പട്ടിക തയ്യാറാക്കാനാണ് തീരുമാനം. ഇത്തരക്കാർ സമൂഹത്തിന് മുന്നിൽ പൊതുവിദ്യാലയങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നു എന്നാണ് വിലയിരുത്തൽ. പട്ടിക തയ്യാറാക്കുന്നുണ്ടെങ്കിലും അച്ചടക്ക നടപടിയൊന്നും ഉണ്ടാകില്ല. അധ്യാപകർ സ്വയം മാറി ചിന്തിക്കട്ടെ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. അതേസമയം വിവിധ കേസുകളിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതുപ്രകാരം ആദ്യഘട്ടത്തിൽ 120 പേരുടെ പട്ടിക വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി. പോക്സോ, ലഹരി, സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയായവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികൾ പരിഗണനയിലുണ്ട്. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.